നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ സന്ദർശിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഈ അടുത്ത കാലത്ത് വഷളായിരുന്നു. അതായത് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചില ഭീകരവാദ സംഘടനകൾ ഇറാനകത്ത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇറാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനെ ആക്രമിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതായത് ഇറാനുള്ളിലെ ചില ഭീകര സംഘടനകൾ പാകിസ്ഥാന് ദോഷകരമാണ് എന്ന് തിരിച്ചടിച്ചുകൊണ്ട് പാകിസ്ഥാനും ഇറാനിലേക്ക് ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ എയർ സ്ട്രൈക്ക് വീതം നടത്തി നയതന്ത്ര ബന്ധം പോലും വഷളായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇറാൻ നേതാക്കളെ കാണുന്നത്. ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനിയെ കണ്ട് ചർച്ച നടത്തുന്നു. അതിനുശേഷം മസൂദ് പെസഷ്കിയാൻ എന്ന ഇറാൻ്റെ പ്രസിഡന്റുമായി സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നു. ചർച്ചകൾക്ക് ശേഷം ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. കശ്മീർ വിഷയം വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ഭീകരവാദം ചർച്ച ചെയ്യാം, ജലവിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം, വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതായത് ഈ കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ജലവിതരണം പുനഃസ്ഥാപിക്കുകയും വ്യാപാരം പുനഃസ്ഥാപിക്കുകയും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന ഒരു നിലപാടിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. അതിനുവേണ്ടി ഇറാൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ യാത്രയുടെ ഉദ്ദേശമെന്ന് വ്യക്തമാണ്. ഇറാനിൽ ചെന്ന് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ല സംസാരിച്ചത്, മറിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം തങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതുപോലെയൊരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം ഇറാനിൽ ചെന്ന് പരാതി പറയുമ്പോൾ തീർച്ചയായും ഇറാൻ സടകുടഞ്ഞെഴുന്നേൽക്കുകയും ഇന്ത്യക്കെതിരെ ശക്തമായ വാക്കുകൾ കൊണ്ട് പ്രതിഷേധിക്കുകയും ഇനി ഇങ്ങനെ ഒരു ആക്രമണം ആവർത്തിക്കരുത്, അല്ലെങ്കിൽ സൈനിക നടപടി ആവർത്തിക്കരുത്, ഇത് മോശമായി പോയി എന്നൊക്കെ ഇറാൻ ഭരണാധികാരികൾ പറയും എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. പക്ഷേ ഇറാൻ്റെ പ്രതികരണം റിസർവ്ഡ് ആയിരുന്നു എന്നാണ് പല വിദേശ മാധ്യമങ്ങളും എഴുതി കാണുന്നത്. അതായത് ഇറാൻ വളരെ അധികം പ്രതികരിച്ച് അല്ലെങ്കിൽ വളരെയധികം സൂക്ഷിച്ചിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി പറഞ്ഞു തീർക്കണം എന്ന് മാത്രമാണ് ഇറാൻ പറഞ്ഞത്. ഇറാൻ ഒരിക്കലും പാകിസ്ഥാൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞില്ല. ഇറാൻ ഒരിക്കലും പാകിസ്ഥാൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാമിക രാജ്യമാണെന്ന പരിഗണനയിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രതികരണങ്ങൾ നടത്തിയില്ല. പകരം വളരെ സൂക്ഷിച്ച് ഇന്ത്യയെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ആണ് പാകിസ്ഥാനോട് പ്രതികരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പാകിസ്ഥാൻ ഇത് പ്രതികരിച്ചല്ല ഇറാനിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നത്. ആ ചർച്ചയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇറാൻ ചില മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇന്ത്യ പറഞ്ഞിരുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല, ഞങ്ങൾ ഒരേ ഒരു ചർച്ചയ്ക്ക് മാത്രമേ പാകിസ്ഥാനുമായി സന്നദ്ധതയുള്ളൂ, അത് പാക് ഒക്കുപ്പൈഡ് കശ്മീർ ഇന്ത്യക്ക് തിരിച്ചു നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്, അതല്ലാതെ മറ്റൊരു ചർച്ചയും പാകിസ്ഥാനുമായി ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന ശക്തമായ മറുപടി നേരത്തെ തന്നെ ഇറാന് ആ സന്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ഇറാന് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു. മാത്രമല്ല, ഇറാനിലെ ചില തന്ത്രപ്രധാനമായ തുറമുഖങ്ങളും മറ്റും ഇന്ത്യയാണ് ഇപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റു ചില തുറമുഖങ്ങൾക്ക് കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ പിണക്കാൻ, പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ പിണക്കാൻ ഇറാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ആരോപണങ്ങൾക്ക് വളരെ ആലോചിച്ചിട്ടുള്ള മറുപടി മാത്രമാണ് ഇറാൻ നൽകിയത്. പാകിസ്ഥാൻ ഇതിൽ നിരാശരുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.